മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിഫ്റ്റി ഇടിവിലാണ് ഉണ്ടായിരുന്നത്. HDFC റിലയൻസ് ഉൾപ്പെടെയുള്ള ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇന്ന് പ്രധാനമായിട്ട് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇതിൽ അദാനി ഗ്രീൻ എനർജി, അദാനി പവർ, കൂടാതെ ഡോക്ടർ റെഡ്ഡി, BPCL, CSB ബാങ്ക് തുടങ്ങിയ ഒരുപിടി കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്ന് വരുന്നത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബലി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു, അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാനും കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,120 എന്ന നിലയിലാണ്. ഇന്നും സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആണ് കാണിക്കുന്നത്. കാരണം ബ്രന്റ് ഓയിൽ 91 ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് ശക്തമായിട്ട് കയറി $4,117 ആയിട്ടുണ്ട്. US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫ്ലാറ്റായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ യുദ്ധത്തിൻ്റെ ന്യൂസിലേക്ക് വരാണെങ്കിൽ പ്രധാനമായിട്ടും യുദ്ധ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 11 ദിവസം US ഇറാനിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനിച്ചതായിട്ട് USലെ സെൻട്രൽ കമാൻഡർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇറാൻ്റെ നാവിക സൗകര്യങ്ങൾ, ഡ്രോൺ, മിസൈൽ, ഈ ഏരിയസിലെല്ലാം തന്നെ അവർ ആക്രമണം നടത്തി അത് പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ USൻ്റെ അവകാശവാദം. ഇതിനിടെ ഈ ഇറാൻ്റെ ഈ സെൻട്രിഫ്യൂജൽ കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ ഭൂഗർഭ ആണവ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ട് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൂടാതെ തന്നെ സ്റ്റിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ശേഷി അവർ നിലനിർത്തുന്നുണ്ട്, ആക്രമിക്കാൻ തക്കവണ്ണമുള്ള ശേഷി നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ടുള്ള സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അപ്പോൾ അതിനർത്ഥം ഇതിപ്പോൾ നല്ല രീതിയിൽ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇറാനും തിരിച്ചടിക്കാനായിട്ടുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇനി ബിറ്റ്കോയിൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിറ്റ്കോയിലും ക്രിപ്റ്റോയിലും എല്ലാം തന്നെ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കോഴ്സ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. ബന്ധൻ ബാങ്ക് സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ബന്ധൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 34% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. CNDLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് മോർ ദാൻ ഡബിൾ ആയിട്ടുണ്ട്. 7 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് ഉയർന്നു. TVS ഹോൾഡിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1,173 കോടി രൂപ കരസ്ഥമാക്കി 73% വർധനവുണ്ട്. ഇന്ത്യ മാർട്ട് ഇൻ്റർമെഷ് കമ്പനി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കമ്പനിയാണ്. 12% നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായിട്ടുണ്ട്. JSW ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് 8% ഇയർ ഓൺ ഇയറിൽ കുറവ് രേഖപ്പെടുത്തി. ഹാറ്റ്സൺ അഗ്രോ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 1% മാത്രം ഫ്ലാറ്റായ ഒരു പ്രോഫിറ്റ്. ആവാസ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 130 കോടി രൂപയിൽ നിന്ന് 170 കോടി രൂപയിലേക്ക് ഉയർന്നു. ഇന്ത്യൻ ഹോട്ടൽ 296 നിന്ന് 355 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സൺടെക് റിയാലിറ്റി കമ്പനി 33 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് ഉയർന്നു. സഗിറ്റ് ഇന്ത്യ കമ്പനി 149 കോടി രൂപയിൽ നിന്ന് 217 കോടി രൂപയിലേക്ക് ഉയർന്നു. മെഡ് പ്ലസ് നെറ്റ് പ്രോഫിറ്റ് 42 നിന്ന് 33 കോടി രൂപയിലേക്ക് മെഡ് പ്ലസിന് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ സ്ട്രാഡിൽ ഫോം ആയിട്ടുണ്ട്. 24,500 മേജർ റെസിസ്റ്റൻസ് ആയിട്ടും 24,000 മേജർ സപ്പോർട്ടായിട്ടും നിലനിൽക്കുന്നുണ്ട്. PCR 0.94 എന്ന നിലയിലാണ്. ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക ഡീറ്റെയിൽസ്. കോഴ്സ് നമ്മൾ അയക്കാം. താങ്ക് യു ഓൾ.